CBSE ക്ലാസ് 8 സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന ചാപ്റ്ററിൻ്റെ 3-ാം പാർട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സ്ക്വയേഴ്സ് ആണ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി, എ നമ്പർ എൻഡിങ് ഇൻ 2, 3, 7 or 8 is not a perfect square. The natural number ending with the digits 2, 3, 7 or 8 വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി, എ പെർഫെക്റ്റ് സ്ക്വയർ എൻഡ് വിത്ത് 0, 1, 4, 5, 6 or 9. അതായത് ഒരു നമ്പറിൻ്റെ എൻഡിൽ 0, 1, 4, 5, 6 or 9 എന്ന നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി, ഇഫ് എ നമ്പർ ഹാസ് 1 or 9 അറ്റ് ദ യൂണിറ്റ് പ്ലേസ് then it's a square end with 1. നാലാമത്തെ പ്രോപ്പർട്ടി, ഇഫ് എ നമ്പർ ഹാസ് 4 or 6 അറ്റ് ദ യൂണിറ്റ് പ്ലേസ് then its square end with 6. യൂണിറ്റ് ഡിജിറ്റ്സ് ഓഫ് 724 ഈസ് 4. 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 16ൻ്റെ എൻഡിൽ 6 എന്ന നമ്പറാണ് ഉള്ളത്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി, എ പെർഫെക്റ്റ് സ്ക്വയർ എൻഡ് വിത്ത് ആൻ ഈവൻ നമ്പർ ഓഫ് സീറോസ് ആൻഡ് നോട്ട് വിത്ത് ആൻ ഓഡ് നമ്പർ ഓഫ് സീറോസ്. അതായത് 10ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 100. 100ൽ 2 സീറോസ് ആണുള്ളത്. 2 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്. 100ൻ്റെ സ്ക്വയർ 10,000. 10,000ൽ 4 സീറോസ് ആണുള്ളത്. 4 എന്ന് പറയുന്നതും ഈവൻ നമ്പേഴ്സാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആർ ദ ഫോളോയിങ് നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 64,000. നമുക്കറിയാം ഒരു പെർഫെക്റ്റ് സ്ക്വയർ എൻഡ് വിത്ത് ആൻ ഈവൻ നമ്പർ ഓഫ് സീറോസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 64,000ൽ എൻഡിൽ 3 സീറോസ് ആണുള്ളത്. 3 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. സോ ഓഡ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 400. 400ൻ്റെ എൻഡിൽ 2 സീറോസ് ആണുള്ളത്. സോ 2 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ്. അതുകൊണ്ട് 400 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നെക്സ്റ്റ് നമ്പറിൻ്റെ എൻഡിൽ 1 സീറോ ആണുള്ളത്. 1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. അതിനാൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അടുത്ത പ്രോപ്പർട്ടി, ദ സ്ക്വയർ ഓഫ് ആൻ ഈവൻ നമ്പർ ഈസ് ഈവൻ. 4ൻ്റെ സ്ക്വയർ 16. 4 ഒരു ഈവൻ നമ്പറാണ്. 16ഉം ഒരു ഈവൻ നമ്പറാണ്. 6ൻ്റെ സ്ക്വയർ 36. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ദ സ്ക്വയർ ഓഫ് ആൻ ഓഡ് നമ്പർ ഈസ് ഓഡ്. 7 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്. 7ൻ്റെ സ്ക്വയർ 49 ആണ്. 49ഉം ഓഡ് നമ്പറാണ്. 13 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. 13ൻ്റെ സ്ക്വയർ 169 ആണ്. 169 ഒരു ഓഡ് നമ്പറാണ്. എട്ടാമത്തെ പ്രോപ്പർട്ടി, ബിറ്റ്വീൻ ദ സ്ക്വയേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് n ആൻഡ് n+1 there are 2n നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. 1ൻ്റെ സ്ക്വയറിനും 2ൻ്റെ സ്ക്വയറിനും ഇടയ്ക്ക് എത്ര നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഉണ്ട്? നമുക്കറിയാം 1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പം 1നും 4നും ഇടയ്ക്കുള്ള നമ്പർ 2 and 3 ആണ്. അപ്പോൾ നോൺ പെർഫെക്റ്റ് നമ്പേഴ്സ് 2 എണ്ണമാണ് ഉള്ളത്. അതായത് 2, 3. ഇനി നമുക്ക് 4 സ്ക്വയറിനും 5 സ്ക്വയറിനും ഇടയിൽ എത്ര നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. 4ൻ്റെ സ്ക്വയർ 16 ആണ്. 5ൻ്റെ സ്ക്വയർ 25 ആണ്. 16നും 25നും ഇടയിൽ 8 നമ്പേഴ്സ് ഉണ്ട്. അതായത് 17, 18, 19, 20, 21, 22, 23 and 24. അപ്പോൾ 4 സ്ക്വയറിനും 5 സ്ക്വയറിനും ഇടയിൽ 8 നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഉണ്ട്. ഫോർമുല ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2n ആണ്. അപ്പോൾ 2 × 4 ഈസ് ഈക്വൽ ടു 8. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ദ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ എക്സെപ്റ്റ് 1 ഈസ് ഐദർ എ മൾട്ടിപ്പിൾ ഓഫ് 3 ഓർ എക്സീഡ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 3/1.
അതായത് 1 ഒഴികെയുള്ള ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ എന്നത് 3യുടെ ഒരു മൾട്ടിപ്പിൾസോ അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾസിനേക്കാൾ ഒന്ന് കൂടുതലോ ആയിരിക്കും. ഉദാഹരണം 81 എന്നത് 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. 3 × 27 ആണ് 81 എന്ന് പറയുന്നത്. 100 = 3 × 33 + 1 ആണ്. The square of a natural number except 1 is either a multiples of 4 or exceeds a multiples of 4/1. 36 എന്നത് 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 4 × 9 ആണ് 36. 49 എന്നത് 4ന്റെ മൾട്ടിപ്പിൾസിനേക്കാൾ ഒന്ന് കൂടുതലാണ്. 10ാമത്തെ പ്രോപ്പർട്ടി, ദ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ എൻഡിങ് വിത്ത് 5 ഫോളോസ് എ ഡെഫിനിറ്റ് പാറ്റേൺ. 5ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ കണ്ടെത്താൻ 5ന് മുമ്പുള്ള നമ്പറിനെ അതിൻ്റെ അടുത്ത തുടർച്ചയായ നമ്പർ കൊണ്ട് ഗുണിക്കുക. ഉദാഹരണത്തിന് 25ന്റെ സ്ക്വയർ കണ്ടെത്താൻ 5ന് മുമ്പുള്ള നമ്പറായ 2ന്റെ നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. ഇപ്പോൾ 2നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അവസാനം 25 ചേർത്താൽ ആ സംഖ്യയുടെ സ്ക്വയർ കിട്ടും. അടുത്തൊരു ഉദാഹരണം നോക്കാം. 45ന്റെ സ്ക്വയർ. 5ന് മുമ്പുള്ള നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. 4 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 4 × 5 എന്ന് പറയുന്നത് 20 ആണ്. അവസാനം 25ഉം കൂടെ ചേർത്താൽ നമുക്ക് 45ന്റെ സ്ക്വയർ കിട്ടും. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ദ സം ഓഫ് ദ ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പർ ഈസ് n². ഉദാഹരണത്തിന് ആദ്യത്തെ 5 ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 25 ആണ്. അതായത് 5ന്റെ സ്ക്വയർ ആണ്.